ബാബുജി ഫോൺ വിളിച്ചപ്പോൾ ഉദയൻ അറ്റൻഡ് ചെയ്ത വിവരം യതീന്ദ്രൻ കാർത്തികയോട് പറയുന്നു. ബാബുജി പോലീസ് പിടിയിലായാൽ നമ്മൾ കുടുങ്ങുമെന്ന് യതീന്ദ്രൻ. നന്ദന കുന്നത്തൂരിലെത്തുന്നു. യതീന്ദ്രന്റെ പെരുമാറ്റത്തിൽ നന്ദനയ്ക്ക് സംശയം. തനിക്ക് വന്ന കോൾ ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നുവെന്ന് ഉദയൻ നന്ദനയോട് പറയുന്നു. വിളിച്ചയാളെ യതീന്ദ്രൻ അറിയാമെന്ന സംശയവുമായി നന്ദന. കാർത്തികേയനി ആരാണെന്നും ഉദയനുമായുള്ള ബന്ധം എന്താണെന്നും കാർത്തിക നന്ദനയോട് ചോദിക്കുന്നു. സുപ്രിയ അറിയാതെ മെഡിക്കൽ റിപ്പോർട്ട് കൈക്കലാക്കുന്ന ജലജ. മെഡിക്കൽ റിപ്പോർട്ട് തിരികെ വാങ്ങാനുള്ള സുപ്രിയയുടെ ശ്രമം. ആ റിപ്പോർട്ട് നശിപ്പിക്കണമെന്ന ജലജയുടെ വാക്ക് കേട്ട് സുപ്രിയ അത് കത്തിക്കുന്നു. കത്തിച്ചത് ഒറിജിനൽ അല്ലെന്നും ഫോട്ടോസ്റ്റാറ്റാണെന്നും അറിയുന്ന ജലജയ്ക്ക് ദേഷ്യം. മനീഷിന്റെ ചില വിവരങ്ങളുമായി ചന്ദ്രിക പനക്കൽ വീട്ടിലെത്തുന്നു. ഇനി തുടർന്ന് കാണുക. മനീഷ് ഇന്നലെ ഒന്ന് വിളിച്ചിരുന്നോ? ഇല്ല. നീ അവനെ കണ്ടുമില്ല? ഇല്ലമ്മേ. എന്നാ ഞാൻ കണ്ടു. എവിടെ വെച്ച്? വീട്ടിൽ വന്നിരുന്നു. മനീഷേട്ടൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്ത് പറഞ്ഞമ്മേ? അവൻ ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്നു മടുത്തു. എത്ര നാളെന്ന് വെച്ചാ പോലീസിനെ വെട്ടിച്ച് നടക്കുന്നത്? അവനൊരു ചെറുപ്പക്കാരനല്ലേ. സുമിത്രേച്ചിയാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലുകൊണ്ട് കാര്യമില്ലല്ലോ. ചേച്ചി ഒന്ന് ഓർക്കണം, ഇവിടെ വരേണ്ട മനീഷാണ് ഇന്നലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. കാരണം എന്താ? അവൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനെങ്കിലും അവിടെ ആളുള്ളത് കൊണ്ട്. എന്നിട്ട് ക്ഷമയോടെ കേട്ടോ? ആ, കേട്ടു. എന്തൊക്കെയാ അമ്മേ മനീഷേട്ടൻ പറഞ്ഞത്? മനീഷിന് നാട്ടിൽ വരണം. അതിന് പോലീസ് കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. സുമിത്രേച്ചി തീരുമാനിക്കണം എന്ത് വേണമെന്ന്. നിങ്ങൾക്കാർക്ക് മലയാളം പറഞ്ഞ് മനസ്സിലാവില്ല? കേസ് ഉണ്ടാക്കിയത് ഞാനല്ല, മനീഷ. ആ മനീഷ് ആരാ? ചേച്ചിയുടെ മോനാ. അതിൻ്റെതായ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. എനിക്ക് ഉത്തരവാദിത്തം പോരാന്ന് തോന്നിട്ടാവും അവൻ ഭാര്യ വീട്ടിലേക്ക് വന്നത്. നാണം കെട്ടവൻ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മക്കൾക്ക് നാണക്കേടുണ്ടായാൽ അത് തീർക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. മനുഷ്യൻ നിങ്ങളും ചേർന്ന് എന്ത് തീരുമാനം എടുത്തത് അത് പറ. ചേച്ചി മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ മനീഷിന്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാ. അങ്ങനെ ചെയ്യമ്മേ. എങ്ങനെ ഒത്തുതീർപ്പാക്കൂന്ന്? കൊള്ളാം. കൊലപാതകമൊന്നും അല്ലല്ലോ മനീഷ് ചെയ്തത്. കയ്യിൽ കിട്ടിയ ഒരു പ്രമാണം ബാങ്കിൽ പണയം വെക്കാൻ നോക്കി, അത്രയല്ലേ ഉള്ളൂ. അത് തെറ്റല്ലായിരിക്കും. തെറ്റ് തന്നെയാ. എന്ന് വെച്ചാൽ അത് മഹാപാതകമൊന്നുമല്ല. ബാങ്ക് മാനേജർക്ക് അപ്പൊ തന്നെ മനീഷിനെ പറഞ്ഞു മനസ്സിലാക്കായിരുന്നു കുഴപ്പമാണെന്ന്. പകരം അയാള് പ്രമാണത്തിന്റെ ഉടമസ്ഥൻ ചന്ദ്രൻപിള്ളയെ വിളിച്ചറിയിച്ചു. ചന്ദ്രൻപിള്ള ആളാവാൻ വേണ്ടി കേസും കൊടുത്തു. പോലീസുകാരത് ആഘോഷമാക്കി. എത്ര നിസ്സാരം. ആ, ഇത് നിസ്സാരമല്ല, ഗുരുതരമാണെങ്കിലും നമുക്ക് മനീഷിനെ തള്ളിക്കളയാൻ പറ്റുമോ? അതുകൊണ്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളൊന്ന് നോക്കട്ടെ. വലിയ കേടില്ലാതെ പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. ചേച്ചി ഞങ്ങളുടെ കൂടെ സഹകരിക്കുവോ? തൽക്കാലം ഇല്ല. അല്ല, മനീഷ് പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതിൽ എതിർപ്പുണ്ടോ? അത് അന്നേരം ആലോചിക്കാം. ഞങ്ങൾക്ക് ആലോചിക്കാനൊന്നുമില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാല് ഇവളെയും വിളിച്ചോണ്ട് അവൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. മനീഷ് വരില്ല. അത് ചേച്ചിയുടെ തോന്നല. മനീഷും ലൈലയും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണമെന്ന് തീരുമാനിച്ചാ അത് അങ്ങനെ തന്നെ നടക്കും. ലൈല വരുമായിരിക്കും, മനീഷ് വരില്ല. അവൻ എന്റെ മോനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വരില്ല. ഞാനും വരില്ല. ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം. അങ്ങനെ മതി. അതാ അതിന്റെ ശരി. തെറ്റും ശരിയും തീരുമാനിക്കുന്നത് നീയല്ല. നീ വന്നില്ലെങ്കിലേ പിടിച്ചിറക്കിക്കൊണ്ട് പോവും ഞാൻ. അറിയാലോ നിനക്ക് ചന്ദ്രികയുടെ സ്വഭാവം. അതെ, ലൈലയ്ക്ക് സമ്മതം അല്ലെങ്കിൽ ആര് വിചാരിച്ചാലും ഇവളെ ഇവിടുന്ന് കൊണ്ടുപോയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. ഒരാവശ്യം വന്നിട്ട് മോനെ സഹായിക്കുന്നില്ല, ആരുമായിട്ട് സഹായിക്കാൻ സമ്മതിക്കുന്നുമില്ല. മനീഷിനൊരു ആപത്ത് വരുമ്പോ കൂടെ നിൽക്കേണ്ടത് നിങ്ങളല്ലേ? അവൻ ഒപ്പിച്ചു വെക്കുന്ന ആദ്യത്തെ തലവേദന അല്ല ഇത്. ഇനി അവൻ ആപത്തുകളിൽ ചെന്ന് ചാടരുത്. അതുകൊണ്ട് അവൻ സ്വയം രക്ഷപ്പെടട്ടെ. വല്ലാത്ത തത്വം തന്നെ. ലൈലയ്ക്ക് നിന്റെ അമ്മയുടെ കൂടെ പോണോ? വേണമെങ്കിൽ ഇപ്പൊ പോവാം. പോവണ്ടമ്മേ. ലൈലേ, ചന്ദ്രിക കേട്ടല്ലോ. ഇനി മനീഷിന്റെ കാര്യം, അതിനെ നിങ്ങൾ അധികം ഉത്സാഹം കാണിക്കണ്ട. അമ്മയ്ക്കില്ലാത്ത താല്പര്യം അമ്മായി അമ്മയ്ക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഞാനിങ്ങോട്ട് വന്നതേ തെറ്റായിപ്പോയി. ക്ഷമിച്ചേക്ക്. ഇനി ആവർത്തിക്കില്ല. അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട നീ. അമ്മായിയമ്മയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഇതിനൊക്കെ നാളെ നീ അനുഭവിക്കോടി. അന്നങ്ങ് വന്നേരെ.
ആ, ഒരു സവാരി പോകാമല്ലോ ഇല്ലയോ? അതിനല്ലേ വണ്ടി സ്റ്റാൻഡിലിട്ടിരിക്കുന്നേ. അല്ല, പത്രപാരായണം ആയതുകൊണ്ട് ചോദിച്ചതാ. ക്ഷമി, ചിലർക്ക് ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. പോവാൻ കേറ്. സന്തോഷം. പിന്നെ ഈ കനാൽ റോഡിന്റെ അടുത്തൊരു പള്ളി ഇല്ലയോ? അത്രടം വരെ പോകുന്നതിന് എത്ര രൂപയാവും? 30. ഉയ്യോ, 25 പറ്റത്തില്ലയോ? ഇല്ല. അല്ല, 25 രൂപയുടെ സ്റ്റൈലിന് ഓടിച്ചാ മതി, എനിക്കൊരു പരാതിയില്ല. അതെ, ചേട്ടൻ നടന്നു പോക്കോ. ഉയ്യോ, അപ്പോഴത്തേക്ക് പിണങ്ങിയല്ലോ. ലോല മനസ്സാന്നല്ലോ. 30 30. വണ്ടിയെട്, കാര്യം നടക്കട്ടെ. ഓ കൊല്ലു. എന്താ സാറേ, വണ്ടി തനിയെ നിന്നതാണോ അതോ നിർത്തിയതാണോ? ഇതാണ് കനാൽ റോഡിലെ പള്ളിമുക്ക്. അത് ശരി. എന്നാ 30 രൂപ തികച്ചുകൊണ്ട്. അപ്പോഴേ ആ, എനിക്കിവിടെ ഒരു പാർട്ടിയുടെ വീടൊന്ന് പറഞ്ഞു തരാവോ? വീട്ടുപേര് പറ. അതല്ലയോ അറിയാൻ വയ്യാത്തത്. വീട്ടുകാരന്റെ പേരറിയാം, സോമൻപിള്ള. ഏ? ഇതുപോലൊരു വണ്ടിയുടെ പൈലറ്റാ. എന്താ സാറേ, ഈ സോമൻപിള്ള എന്ന് പറഞ്ഞാൽ വല്ല വൃത്തികേടുവാന്നോ? പുള്ളിക്കാരന്റെ ഭാര്യയുടെ പേര് ചന്ദ്രിക, കുടുംബശ്രീക്കാരിയാ. ചേട്ടൻ എവിടുന്നാ വരുന്നേ? കൈനഗിരിന്ന്. കൈനഗിരി തങ്കപ്പനാശാരി എന്ന് പറഞ്ഞ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. ഇപ്പൊ മനസ്സിലായി. ആ, വീട്ടുപടിക്ക് വിടാം. കേറ്. വലിയ ഉപകാരം. ആ. ഇതാണ് സോമൻപിള്ളയുടെ വീട്. അപ്പൊ ചന്ദ്രികയുടെ വീടോ? അതും ഇത് തന്നെ. ആണോ? വന്നാട്ടെ. നില്ല്, നമ്മളിത് എങ്ങോട്ട് പോവാ? ഞാനും വരാം. അയ്യേ, ചെരുപ്പൂരിയിട്ടില്ല. അത് കുഴപ്പമില്ലെന്നേ. ആണോ? ചന്ദ്രികേ, ചന്ദ്രികേ. അല്ല സാറേ, ചന്ദ്രിക ഈ പ്രദേശത്തൊക്കെ ഫേമസ് ആയില്ലയോ? നിങ്ങൾ തമ്മിൽ നല്ല പരിചയമാണെന്ന് തോന്നുന്നല്ലോ. ആ, ചന്ദ്രിക വന്നല്ലോ. എന്താ ഏട്ടാ? സാറ് പൊക്കോ, ഫോട്ടോ ഒക്കെ ഉള്ളതില്ലേ? പൊക്കോ. ചേട്ടനോ? എന്താ ചേട്ടൻ? ഞാൻ ആശാനെ സോമൻപിള്ള. ആ. ഇതെന്റെ ഭാര്യ ചന്ദ്രിക. അയ്യടാ, അപ്പൊ തേടിയ വല്യേട്ടന്റെ എന്ന് ഞാൻ കാലി ഉച്ചല്ലയോ? ചന്ദ്രികയ്ക്ക് ഇത് ആരാണെന്ന് മനസ്സിലായോ? പനക്കിലെ അനിലയുടെ അമ്മായപ്പനാ. കൈനഗരി. കെ.എൻ. തങ്കപ്പനാശാരി, തത്വശാസ്ത്ര വിദഗ്ധൻ, കൈനഗിരി PO, ആലപ്പുഴ. അത് ഞാനാ. ഇരുന്നാട്ടെ, ഞാൻ കുടിക്കാനില്ലല്ലോ. ആയിക്കോട്ടെ. എന്നാലും എനിക്ക് പറ്റിയ ഒരു അബദ്ധമേ. കൊള്ളാം, നല്ല നാരങ്ങ വെള്ളം, പാകത്തിന് ഉപ്പ്, പാകത്തിന് തണുപ്പ്. ചന്ദ്രിക ആളൊരു മിടുക്കി തന്നെ. സോമൻപിള്ളയുടെ ഭാഗ്യം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, സോമൻപിള്ള പനക്കലെ ആരാ? മകന്റെ ഫാദറില്ല. ഞാൻ പനക്കലെ ആരാ? മകളുടെ ഫാദറില്ല.
നമുക്ക് വലുത് നമ്മുടെ പിള്ളേരുടെ ഭാവിയാണോ അതോ സുമിത്രയുടെ മക്കളുടെ ഭാവിയാണോ? അതിപ്പോ ആ, നോട്ടം കണ്ടപ്പോ മനസ്സിലായി. ഹൈക്കമാൻഡ് വേണം തീരുമാനിക്കാൻ. എന്ത് തീരുമാനിക്കുന്നു ഹൈക്കമാൻഡ്? നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവി തന്നെയാ കൈനേറി ചേട്ടാ എപ്പോഴും വലുത്. കറക്റ്റ്. എന്ന് കരുതി കല്യാണം കഴിച്ച സ്ഥിതിക്ക് സുമിത്രേച്ചിയുടെ മകളുടെ ഭാവി നമ്മൾ നോക്കണം. രണ്ടും ഒന്നാണല്ലോ. അതും കറക്റ്റ്. സത്യസന്ധമായി പറഞ്ഞ ലൈലയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ശുഷ്കാന്തി വേണം. ദാണ്ടെ മനീഷിനെ കുറിച്ച് എനിക്ക് അത്ര തൃപ്തി പോരെ. ഞങ്ങൾക്കും ഏതാണ്ട് അങ്ങനൊക്കെ തന്നെയാ. കണ്ടോ, അതാ ഇങ്ങനെ പോയാൽ ലൈലയുടെ ഭാവി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സുമിത്രയ്ക്ക് തറുതല പറയാനല്ലാതെ മറ്റെന്തെങ്കിലും അറിയാവോ? സുമിത്രേച്ചി ആളൊരു പാവാ. എന്നാര് പറഞ്ഞു? ഒക്കെ അഭിനയമില്ലയോ? ദാണ്ടെ നല്ല ബെസ്റ്റ് നടിയാ സുമിത്ര. അതിനുള്ള അവാർഡും കൊടുക്കണം. സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൊടുത്താൽ പോരാ, നേരെയുള്ള അവാർഡ് തന്നെ കൊടുക്കണം സുമിത്രയ്ക്ക്. പാവമാണെന്ന് നടിച്ചുകൊണ്ട് കാര്യമില്ല ചന്ദ്രികയെ. കാര്യങ്ങൾക്ക് പ്രാപ്തി വേണം. സുമിത്രയ്ക്ക് ഇല്ലാത്തതും അതാ. ഏത് പ്രാപ്തി? പ്രാപ്തി. ആ നിലയ്ക്ക് പനയ്ക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൈനേറി ചേട്ടാ? ഈ ചോദ്യമായിരുന്നു എനിക്ക് കേൾക്കേണ്ടത്. തക്ക സമയത്ത് ചന്ദ്രിക അത് തന്നെ ചോദിച്ചു. ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിക്കേ. താണ്ടേ അനിലേക്ക് പനക്കിൽ നിന്ന് കൊടുത്ത എന്തുവാന്നറിയാവോ? ഇതാ ഇത് വട്ടപൂജ്യം മുട്ടനൊരാന മുട്ട എന്ന് വെച്ച് അനിലമോളെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഇനി അങ്ങോട്ട് ചോദിക്കാം, ലൈലമോളെ മനീഷ് വേണ്ട രീതിയിൽ നോക്കുന്നുണ്ടോ? ഉണ്ടോ സോമൻപിള്ളേ? ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. എന്തുകൊണ്ട് ഭാര്യയെ വേണ്ട രീതിയിൽ നോക്കുന്നില്ലെന്ന് സോമൻപിള്ള അവനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചില്ല, ചന്ദ്രിക ചോദിച്ചു. അയ്യോ, നല്ല ബെസ്റ്റ് അപ്പൻ. എന്നിട്ട് എന്തോ പറഞ്ഞു ചന്ദ്രികയെ? ഞാൻ ചോദിച്ചു, ആര് മൈൻഡ് ചെയ്യാൻ? മനീഷ് മൈൻഡ് ചെയ്യണം, സുമിത്ര മൈൻഡ് ചെയ്യണം. പക്ഷെ സ്ട്രോങ് ആയിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനെന്തോ വേണം? ഇങ്ങോട്ട് ഇങ്ങോട്ട്. നമ്മുടെ ഭാഗത്തൊരു പിടിവള്ളി വേണം. എന്തുവാ പിടിവള്ളി? ദാണ്ടേ ചക്രം ചക്രം ചക്രം. ചക്രമോ? അതെന്താ? അയ്യോ പാവം, മനസ്സിലായില്ലല്ലയോ? കറൻസി കറൻസി. കോൺഫിഡൻഷ്യൽ ആയിട്ട് ചോദിക്കുക. സുമിത്രയുടെ കയ്യിൽ നിങ്ങൾ പണം വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ ചന്ദ്രിയെ? ഞങ്ങൾ ചോദിച്ചതാ, ചേച്ചി വാങ്ങിക്കണ്ടേ? മനീഷ് വാങ്ങിക്കാനും അവര് സമ്മതിക്കത്തില്ല. അവിടാണ് കുഴപ്പം. അതുകൊണ്ടാണ് ലൈലയുടെ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്. അതിനൊരു പോംവഴിയേ ഉള്ളൂ. സ്ത്രീധനം കൊടുക്കണം. കൊടുക്കണം ചന്ദ്രിയെ. അതിന് സുമിത്രേച്ചി വാങ്ങിക്കണ്ടേ കൈനേറി ചേട്ടാ? വാങ്ങിയില്ലെങ്കിൽ വാങ്ങിപ്പിക്കണം. എത്ര ലക്ഷം കൊടുക്കാനാ സോമൻപിള്ളയുടെ ഉദ്ദേശം? അങ്ങനെ ചോദിച്ചാ പിന്നെ എന്താ ചോദ്യത്തിന്റെ ശൈലി മാറ്റണോ? ഓ സോറി സോറി, ഹൈക്കമാൻഡ് ആണല്ലോ തീരുമാനിക്കുന്നത്. എന്തോ തീരുമാനിച്ച ഹൈക്കമാൻഡ്? 5 ലക്ഷം രൂപ വരെ ഇപ്പൊ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാ. 5 ലക്ഷമോ? സത്യം? വേണമെങ്കിൽ കുറച്ചുകൂടെ കൊടുക്കാം. ഓ കൊടുത്തു 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 കൊടുത്തു. എത്ര വേണമെങ്കിലും കൊടുത്തു. ലൈല മോക്കില്ലയോ? പക്ഷെ ലേറ്റ് ആക്കരുത്. ഞാൻ ഒരു ബുദ്ധി പ്രയോഗിക്കാം. നിങ്ങൾ ആ തുക ലൈലയെ ഏൽപ്പിക്കുന്നു. അതെന്തിനാ? അല്ല, ലൈലമോള് സാവധാനം അത് സുമിത്രയുടെ കൈ കൊടുക്കും. വേണമെങ്കിൽ ഞാനും ഇടപെടാം. ലൈലയുടെ കയ്യിൽ നിന്ന് തുക മേടിച്ച് കൊടുക്കേണ്ടവരുടെ കൈ കൊടുക്കാം. എന്താ? അതൊരു ഐഡിയ അല്ല ചന്ദ്രികേ? പിന്നെ മുടിഞ്ഞ ഐഡിയ ഇല്ലയോ? ഞാൻ ആരാ മുതല്? അടുത്ത മാസത്തേക്ക് പൈസ ശരിയാവൂ. 1 മാസം പിടിക്കൂ? ആ പിടിക്കും. എന്തു പറ്റി? ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് ലൈലയുടെ ജീവിതം പുഷ്കരം ആവട്ടെ എന്നൊരാഗ്രഹമേ ഉള്ളു എനിക്ക്. അപ്പോ നമുക്ക് അങ്ങനെ ഒരു ധാരണ നിൽക്കാം. ചന്ദ്രിക, ഇതിപ്പോ എന്തോ? നീ പറ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. പ്രതാപേട്ടൻ എന്താ പറയുന്നേ?
കൊട്ടേഷൻകാരന് മുഴുവൻ പൈസ നമ്മൾ കൊടുക്കണമെന്ന്. അഡ്വാൻസ് 2 ലക്ഷം രൂപ രഘുവേട്ടനല്ലേ കൊടുത്തത്? അതിന്റെ ബാക്കി 8 ലക്ഷം ഞാൻ കൊടുക്കണം പോലും, അതും ഉടനെ തന്നെ വേണമെന്ന്. അതിന്റെ ന്യായം എന്താന്ന് രഘുവേട്ടൻ ചോദിച്ചില്ലേ? ഇത്തരം കാര്യങ്ങളിലൊക്കെ വല്ല ന്യായമുണ്ടോ പ്രതിഭേ? കൊട്ടേഷൻ പാർട്ടിയുടെ ആൾക്കാരെ പോലെയാ പ്രതാപേട്ടന്റെ സംസാരം. ഏതോ വർഷോപ്പുകാരനെയും ഭാര്യയും കൊല്ലാനല്ലല്ലോ നമ്മൾ ആവശ്യപ്പെട്ടത്. വല്ലവരും തട്ടിയതിന് നമ്മൾ എന്തിനാണ് കാശ് കൊടുക്കുന്നത്? പോയി പണി നോക്കാൻ പറയാൻ വയ്യായിരുന്നോ? അവർക്ക് അതൊന്നും അറിയണ്ട പ്രതിഭേ. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ ഒരു കണ്ടീഷൻ വെച്ചു. അതെന്താ? 8 ലക്ഷത്തിൽ പകുതി ഞാൻ കൊടുക്കാം, ബാക്കി പ്രതാപേട്ടന് ഇടാൻ. അപ്പൊ അതും സമ്മതമല്ല. മുഴുവൻ തുകയും ഞാൻ തന്നെ കൊടുക്കണം പോലും. ഗുണ്ടേക്കാളും വലിയ ശല്യമായല്ലോ ഈ പ്രതാപേട്ടൻ. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞതാ ആ മനുഷ്യനുമായി സഖ്യം വേണ്ടാന്ന്. അയാള് ചതിക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. പ്രതിഭേ, മോളെ എന്നൊക്കെ വിളിച്ചോണ്ടും കൂടെ വരട്ടെ, നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹമില്ല. ആരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കാനും പറ്റില്ല. ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ പൈസ കൊടുക്കാനും പോകുന്നില്ല. ആരാ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് കാണാലോ. നീ പറയുന്നത് പോലെ അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നും അല്ല പ്രതിഭേ. ഈ ഗുണ്ടകളെ കാണാൻ വളരെ സോഫ്റ്റ് ആയിരിക്കും, ഇടപെടുന്നതും അങ്ങനെയായിരിക്കും. പക്ഷേ പറയുന്ന ടേംസ് തെറ്റിയ സംഗതി മാറും. പിന്നെ അവരെ കൈകാര്യം ചെയ്യാൻ വിഷമായിരിക്കും. നമുക്കേ വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കും. ആവശ്യമില്ലാത്ത പരിപാടിയായി പോയി. അതിനിടയ്ക്ക് പ്രതാപേട്ടനൊരു ഓഫർ വെച്ചു. ഓഫറോ? ഞാൻ പറഞ്ഞു ഇപ്പൊ പൈസക്ക് നല്ല ഞെരുക്കാണ്, ഒരു രക്ഷയില്ലാന്ന്. അപ്പോ പുള്ളി പറഞ്ഞെന്താന്നറിയോ? നമ്മുടെ പേരിലുള്ള സ്ഥലത്ത് ഇന്ന് കുറച്ചങ്ങ് വിൽക്കാൻ. ഭൂമി വിറ്റിട്ട് കാശുണ്ടാക്കി അത് ഗുണ്ടകൾക്ക് കൊടുക്കാനോ? തീർന്നില്ല. ഒരു സഹായമെന്ന നിലയ്ക്ക് ആ സ്ഥലം വേണമെങ്കിൽ പ്രതാപേട്ടൻ വാങ്ങിക്കൊള്ളാന്നും പറഞ്ഞു. ഭയങ്കര. പ്രതാപേട്ടൻ ഒരു വിലയും പറഞ്ഞു. സെന്റിന് 1.5 ലക്ഷം രൂപ വെച്ച് തരാൻ പോലും. എങ്ങനെ? ഒരു സെന്റിന് 1.5 ലക്ഷം? കണ്ണുടച്ച് 5 ലക്ഷം രൂപ കിട്ടും ഉള്ളിലുള്ള വസ്തുവിന് പോലും. അപ്പോഴാ 1.5 ലക്ഷം. എന്നിട്ട് രഘുവേട്ടൻ എന്താ പറഞ്ഞേ? ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളിനോട് എന്ത് പറയാനാ പ്രതിഭേ? എന്തായാലും വല്ലാത്തൊരു കുരുക്കിലാ ചെന്ന് പെട്ടത്. ഒരു കുരുക്കുമില്ല. നമ്മൾ ഇനി ഒരു പൈസ പോലും കൊടുക്കുന്ന പ്രശ്നവും ഇല്ല. വേണമെങ്കിൽ പ്രതാപേട്ടൻ കൊടുത്ത് പ്രശ്നം തീർക്കട്ടെ. അങ്ങേർക്കാണല്ലോ ഈ ഗുണ്ടാ തലവനുമായിട്ട് അടുത്ത ഇടപാട്. അയാളെങ്ങനും വഴിയിൽ നമ്മളെ തടഞ്ഞു നിർത്തിയാലോ? അതെ, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു പറയണം. അബദ്ധം പറയാതെ പ്രതിഭേ. അതെ, നമുക്ക് ക്ഷീണോ. അവൻ ഇതൊന്നും അറിയേണ്ട ഒരു കാര്യമില്ല. വല്ലതും വിളിച്ചു പറഞ്ഞാൽ നമ്മളും അകത്താവും. എന്നാ പിന്നെ മുൻകൂർ ജാമ്യത്തിനുള്ള വഴി നോക്കാം. രഘുവേട്ടന് രക്ഷപ്പെടാലോ. എന്നെ മാത്രമല്ല, നിന്നെയും കൂടി ആയിരിക്കും പോലീസ് പൊക്കുന്നത്. എന്നെയോ? ഞാൻ അതിനെന്ത് തെറ്റാ ചെയ്തത്? ഗൂഢാലോചനയിൽ നീയും ഉണ്ടായിരുന്നല്ലോ. സംഭവ ദിവസം ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങിയത് നമ്മൾ രണ്ടുപേരും ചേർന്നല്ലേ? ഈശ്വരാ, ഇതിപ്പോ പ്രശ്നാവോ? പ്രശ്നമാവും. നനച്ചിട്ട് തുണി ഉണങ്ങിയോ നോക്കിയോ? ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു. ഫോണിൽ കളിച്ചൊന്നും അല്ലമ്മേ, ഞാൻ മനീഷേട്ടനൊരു മെസ്സേജ് അയച്ചു നോക്കായിരുന്നു. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഒളിച്ചും പാത്തവും നിന്നെ വിളിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് അയപ്പ്. നമ്മളെപ്പോഴും മനീഷേട്ടനെ ഓർക്കുന്നുണ്ടെന്ന് അറിയിക്കണ്ടേ? അത് മനീഷേട്ടന്റെ മനസ്സിനൊരു ബലമായിരിക്കും. തുണിയൊക്കെ ഞാൻ നേരത്തെ മുറ്റത്തുനിന്ന് എടുത്ത് മടക്കി വെച്ചായിരുന്നു. ഇനി തേച്ചു വെച്ചാ പോരെ? മതി. ആ, സൗകര്യം ഉണ്ടെങ്കിൽ നാളെ രാവിലെ അമ്പലം വരെ ഒന്ന് പോ. അവന്റെ പേരില് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്ക്. മനീഷിന് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി താഴൂർ ഭഗവതിക്ക് ഒരു പട്ടും കുങ്കുമവും നേർന്നിട്ടുണ്ട് ഞാൻ. തെരളി വഴിപാടും പറഞ്ഞിട്ടുണ്ട്. അവനൊന്നും ഇല്ലാതിരുന്നാ മതി.
എന്താ രണ്ടുപേരുടെ മുഖത്തൊരു കള്ളലക്ഷണം? ഇവിടെ എന്തായിരുന്നു ഒരു ചർച്ച? മനീഷ് ഉണ്ടാകത്ത്, അവനെ ഒന്ന് വിളിച്ചേ. ഇല്ല സാറേ. ഇന്നലെ രാത്രി വന്നിട്ട് അപ്പൊ തന്നെ തിരിച്ചു പോയോ? മനീഷ് ഇന്നലെ വന്നില്ല. അപ്പൊ മിനിഞ്ഞാന്നാണോ വന്നത്? അവൻ ഇങ്ങോട്ട് വരാറേ ഇല്ല. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോവായിരിക്കും. ഇയാള് പറ, മനീഷ് ഇപ്പൊ എവിടെയുണ്ട്? അറിയില്ല സർ. അറിയാവുന്നാണല്ലോ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സത്യമാണ് പറഞ്ഞത്. മനീഷ് നിങ്ങളെ വന്ന് കാണാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്. മൊബൈൽ ടവർ വെച്ച് നോക്കിയാൽ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. സാറേ, താൻ വലിയ തന്റെ അടിയല്ലേ? വനിതാ പോലീസ് ഇല്ലാതെ ജീപ്പിൽ കയറില്ലെന്ന് പറഞ്ഞില്ലേ? കയറുന്നത് കാണണോ? അറിയാതെ അവൾ എന്തോ പറഞ്ഞതാണ്. ഒന്നാമതേ മനീഷിന്റെ കാര്യത്തിൽ വലിയ വിഷമത്തിലാണ് ഞങ്ങള്. അത് പോലീസിന്റെ കുറ്റമല്ല. അവൻ രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട് സാറേ. എങ്കിൽ ഇനി മനീഷ് ഇവിടെ വരുമ്പോ എന്നെ അറിയിക്കണം. എന്താ മറുപടി ഇല്ലാത്തത്? നിങ്ങളുടെ ഉത്തരവാദിത്വമാണത്. അവന് ഗുണത്തിനാ ഞാൻ പറയുന്നത്. എന്നും ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞാൽ എങ്ങനെ? ശരത്തെ, മനീഷേട്ടൻ. വാ. എന്നാ ശരി സാറേ. മനീഷേട്ടാ, മാറടി. ഡാ, ഓ, നീ രക്ഷപ്പെടണമെന്നാ ഇവരുടെ ആഗ്രഹം. ആ, നീ കൂടി അങ്ങനെ വിചാരിച്ചാ ഓ, കൊള്ളാം. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാറേ. ഞാൻ ഓക്കെ ആയില്ലേ? കുഴപ്പമുണ്ടായ വിവരം അറിയും. ആ, നിങ്ങളുടെ ഭാഗ്യത്തിന് ചന്ദ്രൻപിള്ള കേസ് പിൻവലിച്ചു. പിന്നെ എനിക്കെന്താ പ്രശ്നം? എന്നാലും ഇയാളെ ഇവിടെ എത്തിക്കേണ്ടത് എന്റെ ചുമതലയായിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ചതാ. അല്ലെങ്കിൽ നാളെ പറയും പോലീസ് കുഴപ്പത്തിലാക്കിയെന്ന്. ഇനി മര്യാദയ്ക്ക് ജീവിക്കണം. ഓ, തരികട കാണിക്കരുത്. എനിക്ക് വെറുതെ പണിയുണ്ടാക്കരുത്, പറഞ്ഞേക്കാം. മനീഷേട്ടാ, വലിയ DGP ആണെന്നുള്ള ഭാവം ഒരു ദിവസത്തെ വന്നിരിക്കുന്നു. മാറിക്കിടി. ലൈല ഒന്ന് വന്നേ.